രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും നല്ല സന്തോഷത്തിലാണോ? എങ്കിൽ എല്ലാവരും എഴുന്നേറ്റുന്നേ, നമുക്കൊരു പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനതയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങ് ഞങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ മക്കളെ, നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. നമ്മൾ ആദ്യം 2 പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പാഠഭാഗത്തിൽ നമ്മുടെ ജീവൻ്റെ വഴികാട്ടിയായ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ? രണ്ടാം പാഠഭാഗത്തിലേക്ക് വന്നപ്പോൾ അബ്രാഹത്തിൻ്റെ വിളിയെക്കുറിച്ചാണ് കണ്ടത്. അബ്രാഹത്തിനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സ്വന്തം മകനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ അബ്രാഹാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 3-ാം പാഠഭാഗത്തിൽ എത്തിയിരിക്കുകയാണ്. 3-ാം പാഠത്തിൻ്റെ പേര് ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്. എന്താണ് പാഠത്തിൻ്റെ പേര്? ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇലക്ഷനുകളായിരിക്കും. നമ്മുടെ പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയൊക്കെ വോട്ടൊക്കെ ചെയ്യാൻ പോയി കൈമൊരു നീല വരയൊക്കെ വരച്ചിട്ട് വരും. അല്ലെങ്കിൽ ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ എല്ലാവരും കൂടി ഒരാളെ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിൽ വോട്ടൊക്കെ ചെയ്തായിരിക്കും ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നോ ഇസ്രായേൽ ജനതയുടെ? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഇസ്ഹാക്കിൻ്റെ 2 മക്കളെക്കുറിച്ചാണ്, ഏസാവും യാക്കോബും. തുടർന്ന് എങ്ങനെയാണ് ഏസാവിൽ നിന്നും കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് ലഭിച്ചതെന്ന് നമുക്ക് കാണാം. അതിനുശേഷം ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗവും നമുക്ക് കാണാം. അപ്പോൾ മക്കളെ, കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് അബ്രാഹത്തിന് ജനിച്ച മകനായിരുന്നു ആര്? ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന് ദൈവം ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അതെന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സാറാഭാഗം വായിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഇസ്ഹാക്കിനോട് അരുൾ ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്കു ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ മക്കളെ, ദൈവം ഇസ്ഹാക്കിന് നൽകിയ വാഗ്ദാനം എങ്ങനെയാണ് ഇസ്ഹാക്കിനെ മക്കളിലൂടെ നിറവേറുന്നതെന്നാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇസ്ഹാക്കിൻ്റെ ഭാര്യയായിരുന്നു റബേക്ക. ആരായിരുന്നു ഇസ്ഹാക്കിൻ്റെ ഭാര്യ? റബേക്ക. ഈ ഇസ്ഹാക്കിനും റബേക്കയ്ക്കും ഇരട്ട കുട്ടികളാണ് ജനിച്ചത്. അവരായിരുന്നു ഏസാവും യാക്കോബും. ആരൊക്കെയായിരുന്നു മക്കൾ? ഏസാവും യാക്കോബും. അപ്പോൾ ഇവർ ജനിക്കുന്നതിന് മുൻപ്, അതായത് ഇവർ അമ്മയായ റബേക്കയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ, വയറ്റിലായിരിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ഇടികൂടലാണ്. അപ്പോൾ ദൈവത്തോട് റബേക്ക ചോദിച്ചു, ദൈവമേ എന്താ ഇവരിങ്ങനെ? അപ്പോൾ ദൈവം റബേക്കയ്ക്ക് ഒരു അരുളപ്പാട് നൽകി. അതിതായിരുന്നു, 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു അരുളപ്പാട്
ഇവർ ജനിക്കുന്നതിന് മുൻപേ ദൈവം ആർക്ക് നൽകിയിട്ടുണ്ട്? റബേക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ഇരട്ട കുട്ടികളാണ്. എങ്കിലും മൂത്ത മകൻ, അതായത് ആദ്യം ജനിച്ചത് ഏസാവായിരുന്നു. ഏസാവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ രോമം കൊണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് ഇടാമെന്ന് വിചാരിക്കാം. അതുപോലത്തെ ശരീരമായിരുന്നു ആരുടെ? ഏസാവിൻ്റെ. ശരീരം മുഴുവൻ രോമങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ യാക്കോബ് അങ്ങനെയായിരുന്നില്ല. യാക്കോബ് സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നു. യാക്കോബും ഏസാവും വളർന്നു. ഏസാവ് നല്ലൊരു നായാട്ടുകാരനും കൃഷിക്കാരനുമായി മാറി. ഏസാവ് നായാട്ടിനൊക്കെ പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അതുകൊണ്ടെന്ന് അപ്പനായ ഇസഹാക്കിന് കൊടുക്കായിരുന്നു. അതുകൊണ്ട് ഇസഹാക്കിന് കൂടുതൽ ഇഷ്ടം ഏസാവിനോടായിരുന്നു. പക്ഷേ യാക്കോബ് അങ്ങനെ ആയിരുന്നില്ല. യാക്കോബ് വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. അമ്മയുടെ കൂടെ വീട്ടിലിരിക്കാനായിരുന്നു ആർക്കിഷ്ടം? യാക്കോബിനിഷ്ടം. നമുക്കൊക്കെ അങ്ങനെയാണല്ലേ, നമ്മുടെ വീട്ടിൽ പപ്പയുടെയും മമ്മയുടെയും കൂടെയൊക്കെ ഇരിക്കാനാണ് നമുക്കിഷ്ടം. അതുപോലെ തന്നെയായിരുന്നു ആരും? യാക്കോബും. അതുകൊണ്ട് അമ്മയായ റബേക്കയ്ക്ക് കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും? യാക്കോബിനോടായിരുന്നു. ആ കാലഘട്ടത്തിൽ കടിഞ്ഞൂൽ പുത്രന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ കടിഞ്ഞൂൽ പുത്രൻ എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ, അതായത് ആദ്യം ജനിക്കുന്ന കുട്ടി ആരാണോ അവനാണ് കടിഞ്ഞൂൽ പുത്രൻ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അവകാശിയായിരുന്നു ആര്? കടിഞ്ഞൂൽ പുത്രൻ. ഒരു ദിവസം ഒരു സംഭവം നടന്നു. നമ്മുടെ ഏസാവ് നായാട്ടിനൊക്കെ പോയി ഭയങ്കര ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ യാക്കോബ് നല്ല പായസം ഉണ്ടാക്കാറുണ്ട്, നല്ല മണമൊക്കെ വരുന്ന പായസം. അപ്പോൾ ഏസാവ് യാക്കോബിനോട് ചോദിച്ചു, യാക്കോബേ കുറച്ച് പായസം എനിക്ക് തടാ. അപ്പോൾ യാക്കോബ് പറഞ്ഞു, അതിനെന്താ ചേട്ടാ, ചേട്ടൻ ഞാൻ പായസം തരാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഏസാവ് ചോദിച്ചു, എന്താ? യാക്കോബ് പറഞ്ഞു, ചേട്ടൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരണം. അപ്പോൾ ഏസാവ് ഇങ്ങനെ ആലോചിച്ചു, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, നല്ല പായസത്തിന് നല്ല മണമുണ്ട്. അപ്പോൾ ഈ കടിഞ്ഞൂൽ അവകാശം അവന് കൊടുത്തു വെച്ച് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം വളരെ നിസ്സാരമായി കരുതി ആർക്ക് നൽകി? യാക്കോബിന് നൽകി. അപ്പോൾ മക്കളെ, സാറ് ചെറിയൊരു കഥ പറയും. ഒരു പോലീസുകാരുണ്ടായിരുന്നു. ഈ പോലീസുകാരൻ്റെ പ്രത്യേകത, ഇയാൾ ചെറുതായിട്ട് കൈക്കൂലിയൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ കൈക്കൂലി വാങ്ങി ഇയാൾ വലിയ വീട് പണിതു, കുറേ സ്വർണ്ണമൊക്കെ മേടിച്ചു, കുറേ സ്ഥലമൊക്കെ മേടിച്ചു, ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുകയാണ്. ഒരു ദിവസം കൈക്കൂലി വാങ്ങുന്നതിനിടയ്ക്ക് ഇയാളെ പോലീസ് പിടിച്ചു. വിജിലൻസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ. എന്ത് സംഭവിച്ചെന്നോ, ഇയാളുടെ ജോലി പോയി, സ്വത്തൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തു. അപ്പോൾ എന്താ സംഭവിച്ച മക്കളെ? ആ പോലീസുകാരൻ തൻ്റെ സ്ഥാനത്തെ മറന്ന് തെറ്റ് ചെയ്തു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ദൈവപുത്ര സ്ഥാനം പലപ്പോഴും നഷ്ടമാക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്. ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നേടാൻ എൻ്റെ ദൈവപുത്ര സ്ഥാനം ഞാൻ നഷ്ടമാക്കുകയില്ല. ഈ തീരുമാനം നമ്മളെല്ലാവരും എടുക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കുമല്ലോ. അപ്പം മക്കളെ, നിങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താൻ ഒരു ചോദ്യം തരാം. ഏസാവിന് കടിഞ്ഞൂൽ അവകാശം എങ്ങനെയാണ് നഷ്ടമായത്? സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉത്തരം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി, ഇസഹാക്കിന് പ്രായമായി. ഇസഹാക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ ഏസാവിനെ വിളിച്ച് പറഞ്ഞു, ഏസാവേ, നീ നായാട്ടിന് പോയി കുറച്ച് മാംസം കൊണ്ടുപോവാ, അത് കഴിച്ച് അപ്പം നിന്നെ അനുഗ്രഹിക്കാം. ഏസാവിന് ഭയങ്കര സന്തോഷമായി. ഏസാവ് വേഗം തൻ്റെ അമ്പും വില്ലൊക്കെ എടുത്ത് എവിടേക്ക് പോയി? നായാട്ടിന് പോയി. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ടായിരുന്നു? റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. റബേക്ക യാക്കോബിനെ വിളിച്ച് പറഞ്ഞു, മോനെ, അപ്പൻ ഏസാവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബേക്ക തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും 2 ആടുകളെ എടുത്ത് അത് ഇസഹാക്കിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ പാചകം ചെയ്തു. എന്നിട്ട് യാക്കോബിനെ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഇസഹാക്കിന് കണ്ണ് കാണില്ല. പക്ഷേ തൊട്ടു നോക്കിയാൽ അറിയാലോ അത് യാക്കോബാണോ ഏസാവാണോ എന്ന്. അതറിയാതിരിക്കാൻ വേണ്ടി റബേക്ക ഒരു പണി ചെയ്തു. ആടിൻ്റെ തോലെടുത്ത് അത് മുഴുവൻ നമ്മുടെ യാക്കോബിൻ്റെ കയ്യിലും കഴുത്തിലൊക്കെ ചുറ്റി. എന്നിട്ട് യാക്കോബിനെ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് വിട്ടു. ഇസഹാക്ക് നോക്കി, തൊട്ടൊക്കെ നോക്കി. അപ്പോൾ മനസ്സിലായി എന്താണ് അത്?
ഏസാവ് തന്നെയാണ്. അങ്ങനെ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ മക്കളെ, സാർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെ എന്ത്? അപ്പോൾ അത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ നോക്കി നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതാം. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി. അങ്ങനെ ഏസാവ് നായാട്ടൊക്കെ പോയി തിരിച്ചു വന്നു. ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ആർക്ക് കൊടുത്തു? ഇസ്ഹാക്കിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഇസ്ഹാക്കിന് അപ്പോഴാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത്. ഇസ്ഹാക്ക് പറഞ്ഞു, ഞാൻ യാക്കോബിനെ അനുഗ്രഹിച്ചു, ഇനി നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏസാവിന് യാക്കോബിനെ കൊല്ലാനുള്ള ദേഷ്യമായി. ഏസാവ് യാക്കോബിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? ഇസ്ഹാക്കിൻ്റെ മക്കളായ യാക്കോബിനെ കുറിച്ചും ഏസാവിനെ കുറിച്ചും കണ്ടു. എങ്ങനെയാണ് ഏസാവിൽ നിന്നും കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് ലഭിച്ചത്, അതോടൊപ്പം തന്നെ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗവും. അപ്പോൾ മക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളെടുത്ത അതൊരു തീരുമാനം, അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവെ അങ്ങ് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.